ഹലോ ഗീസ്, നമ്മൾ കൂവ പറിക്കുകയാണ്. ഓരോന്നോരോന്ന് പറിച്ചിടുന്നുണ്ട്. രണ്ട് ദിവസമായിട്ടാണ് പറിക്കാനുണ്ട്. ഓനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ പറിച്ചുകൊണ്ടിരിക്കുന്നു. പറിച്ചിടുന്നുണ്ടാവും. ഇനി ഇത് നമുക്ക് പൊട്ടിച്ച് എല്ലാം പറിച്ച് കഴിഞ്ഞാൽ അത് പൊടി ഉണ്ടാക്കണം. ഒരുപാട് പണികളുണ്ട് ഇതിൽ. അതൊക്കെ വലിച്ചിടുന്നുണ്ട. കുറേ പണികളുണ്ട്. ഇങ്ങനെ കളച്ച് അടിയിൽ നിന്ന് കുത്തി എടുക്കണം. നല്ല പണിയാണ്. നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നല്ല ഉണങ്ങിയ മണ്ണല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതവിടെ ബക്കറ്റിലും കുറേ നിലത്തൊക്കെ കൂട്ടിയിട്ടുണ്ട്. അത് പറിച്ച് കൂട്ടിയതാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ക്ഷമ കമ്മിയാണ്. അതുകൊണ്ട് കുറച്ച് ക്ഷമ കമ്മിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊരിവയിലാണെങ്കിലും പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട്, കുറേ കൊണ്ടേ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത് നന്നായി പൊടിച്ചിട്ട് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊടിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇനി ഇതൊക്കെ റെഡിയാക്കാനാണ്. തോനെ കൂവ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കൂവ കിട്ടിയായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ കൂവ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. ഇത്രയും കൂവയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ നേരാക്കാനാണ്. ഒരുപാട് സാധനമുണ്ട്. ഹലോ ഗേസ്, നമ്മൾ കൂവ നന്നായി കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞതാണ്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് വേണം നമുക്ക് അത് പൊടിക്കാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഇതാ വെട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഇതാ വെട്ടിയിട്ട് ഇതത്ര ചെറിയ പീസുകളാക്കണം. എന്നിട്ട് വേണം ഇത് അരയ്ക്കണമെങ്കിൽ. അരച്ചിട്ട് നമുക്ക് പൊടി ഇനി കാണിക്കാം. ഇതുണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇനി അവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുറിച്ചതിന് ശേഷം പൊടിച്ചിട്ട് കാണിക്കാം. ഗൈസ്, നമ്മുടെ കൂവ ആട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഈ ബക്കറ്റിൽ അരച്ച് വെച്ചതാണ്. ഈ ബക്കറ്റിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി അരയണം. ഒരുപാടുണ്ട് അരയ്ക്കാൻ. അപ്പോൾ അത് അതുകൊണ്ട് വീഡിയോയിൽ ഇത് അരച്ച് വെച്ചതാണ് ഞങ്ങൾ. അപ്പോൾ അത് കാണിക്കുകയാണ്. ഇനി ഇത് നന്നായി അരിച്ചിട്ട് എടുക്കണം ഇതിൻ്റെ പൊടി. എന്നതിന് ശേഷം പിന്നെ പൊടി വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. കൂവ മേടിച്ചിട്ട് കൂവപ്പൊടി നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കണമാകുമ്പോൾ കൂട്ടില്ലാത്ത പൊടിയായിട്ട് കിട്ടും. നല്ല അടിപൊളി പൊടിയായി കിട്ടും. പിന്നെ അതുമല്ല, നമ്മുടെ വീട്ടിൽ മൂത്രച്ചൂട്, അസ്ഥി ഉരുക്കം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ബെറ്റർ സാധനമാണ് കേട്ടത്. അപ്പോൾ അതേമാതിരി എല്ലാവരും നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എനിക്കിപ്പോൾ 2-3 കിലോ പൊടി കിട്ടി. ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, എന്നാലും കൂടിയിട്ട് അത്രയും പൊടി കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.